സ്വാമി ശരണം. പല ആൾക്കാരുടെ പ്രത്യേക അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് കർക്കിടക വാവുബലി നാം അമേരിക്കയിൽ നടത്തുന്ന രീതിയെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യണമെന്ന് പറഞ്ഞതിന് വെളിച്ചത്തിൽ ഞാൻ അതിന്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് നമ്മൾ ഈ ബലി തർപ്പണം നടത്തുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഇതിന്റെ ഫലം എന്താണ്, ഇതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. സ്വാമി ശരണം. പ്രധാനമായിട്ടും ഈ ബലി തർപ്പണം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പിതാമഹന്മാർക്കും പ്രപിതാമഹന്മാർക്കും വേണ്ടിയാണ്. എന്നിരുന്നാലും ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ മാനസിക സന്തോഷത്തിനും മാനസിക സമതുലനാവസ്ഥയ്ക്കും വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും ഗുരുക്കന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇത് മനസ്സിന്റെ ഉയർച്ചയ്ക്കും മാനസികമായ സന്തോഷത്തിനും നമ്മെ വിട്ടുപോയ ആൾക്കാരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഈ കർമ്മം ചെയ്യുമ്പോൾ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യും. അത് സത്യമാണ്. അത് ഈ കർമ്മ പരിപാടികൾ ചെയ്യുന്ന ആൾക്കാർക്ക്, ഗുരുമുഖത്തു നിന്നും അത് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചെയ്തു കഴിയുമ്പോൾ മനസ്സിലാകുന്ന ഒരു സത്യമാണ്. നാം എല്ലാ പൂജാവിധികളും തുടക്കം കുറിക്കുമ്പോൾ ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം ജപിച്ച് ഭദ്രദീപം കൊളുത്തി അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കി വെക്കുക. പ്രധാനമായിട്ട് തൂശനില, ഉണക്കലരി, ദർഭ, ചന്ദനം, എള്ള്, അതോടൊപ്പം തന്നെ ചോറ്, പടച്ചോറ് വെക്കുന്നെങ്കിൽ ഉണക്കലരി പറ്റിച്ച ചോറ് ഉണ്ടെങ്കിൽ നിന്ന്, ഇല്ലെങ്കിൽ അരിയായാലും മതി. തുളസിപ്പൂവ്, മറ്റ് വെളുത്ത പുഷ്പങ്ങൾ ഏതായാലും, പുഷ്പങ്ങൾ ഏതായാലും കുഴപ്പമില്ല, വെളുത്തതും ചുവന്നതും എന്തായാലും കുഴപ്പമില്ല. അതൊക്കെ അവരവരുടെ മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സിന്റെ അർപ്പണം, അല്ലെങ്കിൽ നമ്മുടെ ആത്മാർപ്പണം, നമ്മുടെ അർപ്പണമാണ്, അതായത് സമർപ്പണമാണ് ഈ കർമ്മ പരിപാടിയുടെ അടിത്തറ. സിംബോളിക്കായിട്ട് നമ്മൾ ഓരോരോ ഐറ്റംസ് നമ്മൾ ഇത് ഉൾപ്പെടുത്തി നമ്മളത് ചെയ്യുന്നുവെങ്കിലും അത് ചെയ്യുന്ന രീതി അത് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ ഗുരുക്കന്മാർ ഉപദേശിച്ചിരുന്നത്. ഒരു ഗുരുമുഖത്തു നിന്നും ബലിയിടുന്നയാള് അത് ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇത് പ്രിന്റ് ചെയ്ത് എല്ലാവരെയും കേൾപ്പിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരെയും മനസ്സിലാക്കുകയോ ചെയ്യാതെ ഗുരുവിന്റെ ഉപദേശം തേടുക, അത് ഗുരുമുഖത്തും തന്നെ അഭ്യസിക്കുക. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നാണ് എന്റെ ഗുരുക്കന്മാരെന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനീ പറയുന്നതൊന്നും എന്റെ പാർത്ഥസാരഥിയുടെ അഭിപ്രായമല്ല, എന്റെ ഗുരുക്കന്മാർ എനിക്ക് ഉപദേശിക്കുന്ന കാര്യങ്ങളാണ്. ഗണപതി ഭഗവാനെ ധ്യാനിച്ചതിന് ശേഷം ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ വരെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ സപ്ത നദികളെയും സപ്തർഷികളെയും വന്ദിച്ച് കിണ്ടിയില് വെള്ളം നിറച്ച് ആ കിണ്ടിയില് നമ്മൾ തുളസിക്കതിര് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുഷ്പം അർപ്പിച്ചതിന് ശേഷം അതിന്റെ വാ മൂടി നമ്മൾ സപ്ത നദികളെയും മനസ്സിൽ ധ്യാനിച്ച്, സപ്തർഷികളെയും മനസ്സിൽ ധ്യാനിച്ച് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെയും പിതാമഹന്മാരെയും പ്രപിതാമഹന്മാരെയും അമ്മയുടെയും അച്ഛന്റെയും വഴിയിലുള്ള എല്ലാവരെയും ഓർക്കുക, അവരെ നമിക്കുക, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ അവരുടെ പേര്, അവരുടെ നാള് ഇതൊക്കെ അറിയാമെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വിളിച്ചു പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ നമ്മളോടൊപ്പം നിർത്തി വേണം ഇത് ചെയ്യാൻ. കാരണം ഇതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളത് ആ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, വരും തലമുറയെ മനസ്സിലാക്കണം നമ്മൾ എത്രമാത്രം നമ്മുടെ പിതാമഹന്മാരെയും പ്രപിതാമഹന്മാരെയും നമ്മൾ ഈശ്വരതുല്യരായി കാണുന്നു എന്നവരെ ബോധ്യപ്പെടുത്തണം. ഇത് കുടുംബത്തിന്റെ ഒരു കെട്ടുറപ്പ് എത്രമാത്രം ഉണ്ടായിരിക്കണം എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കർമ്മപരിപാടിയാണ് ബലികർമാദികൾ. ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്ക് എത്രമാത്രം മാനസികമായ സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ എന്തോ ഈശ്വര അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യും. അത് ആത്മാർത്ഥമായി അത് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. ഇതെങ്ങനെയാണ് ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പ്രയാസമുണ്ട്. കാരണം എന്റെ ഗുരു അതിനെ അനുവദിക്കുന്നില്ല. ഞാൻ എന്റെ ഗുരുക്കന്മാരോട് പറഞ്ഞത് ബലിയിടാൻ വരുന്നവർക്ക് ഞങ്ങൾ ഉപദേശിച്ച് തന്നതുപോലെയുള്ള കാര്യങ്ങൾ പാർത്ഥസാരഥി ചെയ്യുക. ഇത്
ഒരു ക്ലാസ് എടുക്കുന്ന പോലെ എല്ലാവരും ഇരുത്തി ചെയ്യുകയോ ഇത് പിന്നെ നമ്മള് ഇതുപോലുള്ള വീഡിയോയിലൂടെ ഇത് പറയുകയോ ചെയ്യുക എന്നുള്ള ഒരു കണക്കിന് നല്ലതാണ്. കാരണം അറിയാത്ത ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കാം. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗുരുമുഖത്ത് നിന്ന് തന്നെ അത് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിനുവേണ്ടി ബലിയിടാൻ വരുമ്പോൾ അത് അനുഭവിച്ച് അനുഗ്രഹം തേടുന്നതാണ് ഗീതം. ഇനിയും ഇത് പോരാ, ഇനിയും ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഇതിന്റെ ഓരോന്നിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെ ആ ബലിയിടാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ദർഭയ്ക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ പടച്ചോറിനുണ്ട്. അതുപോലെ നമ്മൾ ഈ പടച്ചോറിന്റെ മുകളിൽ നമ്മൾ ഉടുത്തിരിക്കുന്ന നനഞ്ഞ മുണ്ടിന്റെ ഒരു നൂല് നമ്മൾ പൊട്ടിച്ചെന്തിനാണ് നമ്മുടെ ഈ പിണ്ടത്തിന് മുകളിൽ സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പുഷ്പങ്ങള്, എള്ള് എന്തിനാണ് നമ്മൾ എള്ള് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ എന്തിനാണ് നമ്മുടെ പുഷ്പങ്ങള്, ചന്ദനം എന്തിനു ഉപയോഗിക്കുന്നു. ഈ പ്രധാനമായിട്ടും ഈ ബലിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന 3 പ്രധാന കാര്യമാണ് എള്ള്, പൂവ്, ചന്ദനം, ചെറുവിള, അതോടൊപ്പം തന്നെ ദർഭ, കറുക. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിന്റെയൊക്കെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ബലിയിടാൻ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സ്വാമിയേ ശരണമയ്യപ്പ.